എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിവിടെ വൃശ്ചിക ലഗ്ന ജാതകൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വൃശ്ചിക ലഗ്ന ജാതകന് ചന്ദ്രൻ ഭാഗ്യാധിപനാണ്. വ്യാഴൻ 2ഉം 5ഉം ഭാവാധിപന്മാരാണ്. ഇവർ ശുഭന്മാരാണ്. ബുധൻ 8ഉം 11ഉം ഭാവാധിപന്മാർ, ഇവർ അശുഭന്മാരാണ്. കുജൻ 6ാം ഭാവാധിപനായിട്ടുകൂടി അശുഭനല്ല എന്നാണ് പറയുന്നത്. ശരിക്കും ശുഭഗ്രഹമല്ല. പക്ഷേ ഇവിടെ നമ്മളിതിപ്പോൾ പറയുന്നത് അശുഭനല്ല. അതായത് ലഗ്നാധിപനായതുമൂലം തടസ്സഗ്രഹമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർമാധിപനായ സൂര്യനും ഭാഗ്യാധിപനായ ചന്ദ്രനും തമ്മിലുള്ള യോഗം രാജയോഗമാണ്. അമാവാസിയോടടുത്ത ചന്ദ്രൻ ബലഹീനനാണെങ്കിലും ദോഷകാരകനല്ല എന്നുകൂടി അറിയണം. പിന്നെ ധനു ലഗ്നജാതകന് സൂര്യൻ, അതായത് ഭാഗ്യാധിപൻ, ചൊവ്വ അഥവാ കുജൻ 5ാം ഭാവാധിപൻ, ഇവർ ശുഭന്മാരാകുന്നു. ശുക്രൻ 6ഉം 11ഉം ഭാവാധിപന്മാരാണ്. ശനി 2ഉം 3ഉം ഭാവാധിപന്മാരാണ്. ഇവർ അശുഭന്മാരാണ്. ചന്ദ്രന് ആധിപത്യം ഉണ്ടെങ്കിലും ദോഷത്തിലല്ല. വ്യാഴത്തിന് ലഗ്നാധിപത്യം ഉള്ളതിനാൽ കേന്ദ്രാധിപത്യ ദോഷത്തെ കൊണ്ട് അധികം കഷ്ടപ്പെടുത്തുന്നില്ല. അതിനാൽ വ്യാഴവും ചന്ദ്രനും തടസ്സഗ്രഹങ്ങളാണ്. അപ്പോൾ സൂര്യൻ ഭാഗ്യാധിപനും ബുധൻ കർമാധിപനുമാകയാൽ രാജയോഗമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മകരലഗ്ന ജാതകന് ബുധൻ 6ഉം 9ഉം, ശുക്രൻ 5ഉം 10ഉം ഭാവാധിപന്മാർ, ഇവർ ശുഭന്മാരാണ്. ചന്ദ്രൻ, അതായത് 7ാം ഭാവാധിപൻ, കുജൻ 4ഉം 11ഉം ഭാവാധിപന്മാരാണ്. അപ്പോൾ വ്യാഴം 3ഉം 12ഉം ഭാവാധിപന്മാരും, ഇവർ പാപന്മാരാണ്. കുജൻ ബാധകാധിപനാകിയാൽ മാരകനാണ്. ശുക്രൻ കേന്ദ്ര ത്രികോണ അധിപനാകിയാൽ യോഗകാരകനാണെന്ന് പറയുന്നു. സൂര്യൻ അഷ്ടമാധിപനായാലും ദോഷിയല്ല, തടസ്ഥഗ്രഹമാണ്. ശനിക്ക് ലഗ്നാധിപത്യവും 2ാം ഭാവാധിപത്യവും ഉള്ളതിനാൽ ലഗ്നാധിപൻ്റെ ഫലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2ൻ്റെ, അതായത് മാരക ഫലം ഉണ്ടാകുന്നതല്ല. ഇതാണ് മകരം വരെയുള്ള ലഗ്നത്തിൻ്റെ ഫലങ്ങൾ. ഹരിയും ഹരിയും ഹരിയും.